കുഞ്ഞുങ്ങളിൽ ആദ്യ പല്ലുകൾ മുളച്ചു വരുന്നത് ഒരു പ്രധാന നാഴികക്കല്ലാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. പ്രധാനമായും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: വേദന, മോണയിലെ വീക്കം, മൊത്തത്തിലുള്ള അസ്വസ്ഥത, ക്ഷീണം, അസ്വസ്ഥമായ ഉറക്കം, മുഖത്തെ വിളർച്ച, വായ്ക്ക് ചുറ്റും കാണപ്പെടുന്ന ചുവന്ന തടിപ്പ്, അമിതമായ ഉമിനീർ വായിലൂടെ പുറത്തേക്ക് ഒഴുകുക, മോണ തടവുക അല്ലെങ്കിൽ കടിക്കുക. ഇവയെല്ലാമാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. രക്ഷിതാക്കൾക്ക് ടീത്തിങ് എളുപ്പമാക്കാനുള്ള വഴികൾ. ടീത്തിങ് റിങ്സ്. പലതരത്തിലുള്ള ടീത്തിങ് റിങ്ങുകൾ ലഭ്യമാണ്. ഇവ ചവയ്ക്കുന്നതിലൂടെ ടീത്തിങ് എളുപ്പമാകുന്നു. ടീത്തിങ് റിങ്ങുകൾ താൽക്കാലികമായി വേദന കുറയ്ക്കാൻ സഹായകരമാണ്. ഇവ തണുപ്പിച്ചുപയോഗിക്കുന്നതും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ടീത്തിങ് റസ്ക്. കട്ടിയുള്ള മധുരമില്ലാത്ത റസ്ക് ഉപയോഗിക്കാവുന്നതാണ്. തണുപ്പിച്ചതോ അല്ലാത്തതോ ആയ പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാവുന്നതാണ്. പാസിഫയർ ഉപയോഗിക്കുന്നതിലൂടെ വേദന കുറയ്ക്കാൻ സാധിക്കുന്നു. മോണ വൃത്തിയുള്ള കൈകൾ കൊണ്ട് തടവുന്നതും സഹായകരമാണ്. ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പൊതുവെ നൽകുന്ന മരുന്നുകൾ ഇവയൊക്കെയാണ്: ടോപ്പിക്കൽ ഏജൻറ്റ്സ്, ലോക്കൽ അനസ്തേഷ്യ, മൈനർ അനാൽജെസിയ, ലിഗ്നോക്കെയിൻ ബേസ്ഡ് പ്രൊഡക്ട്സ്, ലിഗ്നോക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ്, ക്ലോറിൻ സാലിസിലേറ്റ് ബേസ്ഡ് പ്രൊഡക്ട്സ്, സിസ്റ്റമിക് അനാൽജെസിക്സ്, ഷുഗർ ഫ്രീ പാരസെറ്റമോൾ, ഹോമിയോപ്പതി, അക്യുപ്രഷർ, മസാജ് എന്നിവയും ടീത്തിങ് എളുപ്പമാക്കുന്നു. ടീത്തിങ് പ്രോബ്ലംസ്. ടീത്തിങ്ങിൽ ഉണ്ടാകാവുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്: ഇറപ്ഷൻ ഹെമറ്റോമ ഒരു ഇറപ്ഷൻ സിസ്റ്റ്. പല്ലിൻ്റെ മ്യൂക്കോസയിൽ ചുവപ്പ് കലർന്ന അല്ലെങ്കിൽ നീല കലർന്ന പർപ്പിൾ നിറത്തിൽ ഇറപ്ഷൻ സിസ്റ്റുകൾ രൂപപ്പെടാവുന്നതാണ്. എക്ടോപിക് ഇറപ്ഷൻ. അസ്വാഭാവിക സ്ഥാനത്ത് മുളയ്ക്കുന്ന പല്ലുകൾ. നേറ്റൽ ആൻഡ് നിയോനേറ്റൽ ടീത്ത്. ജനനത്തിലോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്ന പല്ലുകൾ. നോൺ ഇറപ്ഷൻ ഓഫ് ടീത്ത്. സമയാനുസൃതമായി മുളച്ചു വരാത്ത പല്ലുകൾ. ടീത്തിങ് അസ്വസ്ഥതയുണ്ടാകുന്ന സ്വാഭാവിക വളർച്ചാ പ്രക്രിയയാണ്. ക്ഷമ, ആശ്വാസ നടപടികൾ, ശിശുരോഗ വിദഗ്ധൻ്റെ മാർഗനിർദ്ദേശം എന്നിവ ഈ ഘട്ടം സുഗമമായി നേരിടാൻ സഹായിക്കും. താങ്ക് യു.